ഹലോ, ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കുമല്ലോ കേട്ടോ. ഞാൻ വണ്ടി ഓടിക്കുന്ന വീഡിയോ അല്ല കേട്ടോ. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോസ് ഉണ്ടെന്ന് ഓർത്ത് ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണേ. അപ്പോൾ പറഞ്ഞു വന്നത്, എൻ്റെ വീട് ഇടുക്കിയിലാണ്. എൻ്റെ പേര് വാണി എന്നാണ്. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാനുണ്ട്, കുഞ്ഞുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് സനീഷ് എന്നാണ്. അദ്ദേഹം റീറ്റെയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കറൻലി തൊടുപുഴയാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അമ്മയുടെ പേര് അജിത എന്നാണ്. കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മകളുടെ പേര് നക്ഷാവാണി സനീഷ് എന്നാണ്. 2.25 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും എനിക്കൊരു ജോലിയില്ലെന്ന്. അല്ല, എനിക്കും ജോലിയുണ്ട്. ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് കേട്ടോ. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പ്രൊഫഷനും കരിയറും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയത് എന്നുള്ളതാണ്. കുറേ യൂട്യൂബ് വീഡിയോസും അതുപോലെ റെഫറൻസും ഒക്കെ എടുത്ത് വീട്ടിലിരുന്ന് കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഫാഷൻ ഡിസൈനിങ്ങിന് പോയി ചേർന്നത്. അതിനൊപ്പം തന്നെ ഞാൻ ബ്യൂട്ടീഷ്യനും പഠിക്കുന്നുണ്ട് കേട്ടോ. കറൻലി കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനും കൊണ്ടുപോകുന്നുണ്ട്. സ്കൂൾ പഠനകാലത്തൊക്കെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പഠിത്തത്തേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് കലാപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിനോടായിരുന്നു കൂടുതൽ എനിക്ക് താല്പര്യവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ ഈ ഞായറാഴ്ച എനിക്ക് തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. വീട്ടിലെ കാര്യങ്ങളും ക്ലാസ്സിനൊക്കെ പോകുന്നതും കൊണ്ട് എല്ലാം പെൻഡിങ് ആയിരുന്നു. പെൻഡിങ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ വിളിക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞു, കൂട്ടാൻ വരാൻ പറഞ്ഞു. അപ്പോൾ അമ്മയെ കൂട്ടാൻ പോയിട്ട് വരുന്ന വഴിയാണേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അവർക്ക് ഒറ്റ ദിവസം പോലും ഓഫില്ല കേട്ടോ. ഓഫില്ലെന്നല്ല, വർക്കിംഗ് ഡേയ്സ് ആണ് ഫുൾ ഡേ. പിന്നെ ഓഫും ലീവും ഒക്കെ കിട്ടും. പക്ഷേ എല്ലാ സൺഡേ സാറ്റർഡേ ഒന്നും കിട്ടത്തില്ല കേട്ടോ. അതെല്ലാവർക്കും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും സൺഡേ ദിവസങ്ങളിൽ അമ്മയ്ക്ക് പോകേണ്ടത് വരും. പിന്നെ നമ്മുടെ ഏരിയയിലേക്ക് വണ്ടികളൊക്കെ കുറവാണ് കേട്ടോ. ഇടുക്കിയല്ലേ, അപ്പോൾ വഴികളൊക്കെ വളരെ മോശമായതുകൊണ്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ വണ്ടികളൊക്കെ കുറവാണ്. സൺഡേ ആണെങ്കിൽ പോലും നമുക്ക് ഇങ്ങോട്ട് ബസ് സർവീസൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ കിട്ടുന്ന വണ്ടിക്ക് കയറി വരാനേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബായ്.